നമസ്കാരം. പ്രധാന വാർത്തകൾ. നന്ദി പറയാൻ രാഹുൽ വയനാട്ടിൽ, എടവണ്ണയിൽ വൻ വരവേൽപ്പ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെത്തി. എടവണ്ണയിൽ രാഹുലിന് വൻ വരവേൽപ്പാണ് നൽകിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഒറ്റയ്ക്കാണ് എത്തിയത്. വലിയ ജനാവലിയുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ തുറന്ന ജീപ്പിൽ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തിയത്. KC വേണുഗോപാൽ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനൊപ്പമുണ്ട്. മുസ്ലിം ലീഗിന്റെയും KSUവിന്റെയും MSFന്റെയും ഉൾപ്പെടെ കൊടികളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം. നേരത്തെ ലീഗിന്റെ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് അരീക്കോട് സംഘർഷമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലീഗ് പതാക ഉയർത്തിയുള്ള സ്വീകരണം. ബസ് റോഡിൽ നിർത്തി, പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പത്തനംതിട്ട റാന്നിയിൽ സ്വകാര്യ ബസിന്റെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. നാറാണമൂഴി സ്വദേശി അലനാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. ബൈക്ക് റോഡിന് നടുവിൽ നിർത്തിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ബൈക്ക് ബസിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കുവൈത്തിൽ ഫ്ളാറ്റിന് തീപിടിച്ചു, 4 പേർക്ക് ദാരുണാന്ത്യം. ഫ്ളാറ്റിൽ മലയാളികളും. കുവൈറ്റിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. മംഗം ബ്ലോക്ക് 4-ലെ NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് പുലർച്ചെ 4 മണിയോടെ തീപിടുത്തമുണ്ടായത്. മലയാളികളടക്കം ഒട്ടേറെ പേരാണ് ക്യാമ്പിൽ താമസിക്കുന്നത്. തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്നും ചാടിയവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. പരിക്കേറ്റവരെ അദാൻ ജാഫർ ഫർവാനിയ ആശുപത്രിയിലേക്ക് മാറ്റി. കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സമീപത്തേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പോക്സോ കേസ്, യെദ്യൂരപ്പ ഇന്ന് തന്നെ ഹാജരാകണമെന്ന് CID. പോക്സോ കേസിൽ കർണാടകയിലെ BJP നേതാവ് യെദ്യൂരപ്പയോട് ഇന്ന് തന്നെ ഹാജരാകണമെന്ന് CID വിഭാഗം. പരാതി നൽകാൻ എത്തിയ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞിനോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് യെദ്യൂരപ്പയ്ക്കെതിരെയുള്ള കേസ്. പരാതി നൽകിയ കുട്ടിയുടെ അമ്മ കഴിഞ്ഞ മാസം മരിച്ചിരുന്നു. അതേസമയം യെദ്യൂരപ്പ ദില്ലിയിലെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനാൽ ഇന്ന് ഹാജരായേക്കില്ല. യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരുടെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരുന്നു. അതിനിടയിലാണ് യെദ്യൂരപ്പയോട് ഇന്ന് തന്നെ ഹാജരാകാൻ CID വിഭാഗം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജോസ് കെ മാണിക്കെതിരെ പാലായിൽ പോസ്റ്റർ, പിന്നിൽ ബിനു പുളിക്കകണ്ടമെന്ന് കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണിക്കെതിരെ പാലായിൽ ഫ്ലെക്സുകൾ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി പാലയ്ക്ക് അപമാനമാണെന്ന് ഫ്ലെക്സുകളിൽ കുറിച്ചിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കകണ്ടത്തിന് അഭിവാദ്യമർപ്പിച്ചും നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാല പൗരാവലിയുടെ പേരിലാണ് ഫ്ലെക്സ്. കൊട്ടാരമറ്റം, ജനറൽ ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഫ്ലെക്സുകൾക്ക് പിന്നിൽ ബിനു പുളിക്കകണ്ടമാണെന്ന് കേരള കോൺഗ്രസ് എം ആരോപിക്കുന്നു. ജോസ് കെ മാണിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ CPM കൗൺസിലറായ ബിനുവിനെ ഇന്നലെ CPM-ൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് ഫ്ലെക്സുകൾ സ്ഥാപിച്ചതെന്നാണ് ആരോപണം.